നാളെയാണോ? റെഡിയാണോ? എന്തോ ഓക്കെ. പ്രവിത്താനം പുലുവിലക്കുന്ന് ഞൊണ്ടിമാക്കൽ റോഡിൻ്റെ സ്ഥിതി വളരെ ദയനീയമായിരുന്നു. കഴിഞ്ഞ 3-4 വർഷമായിട്ട് അതിന് 1,32,00,000 രൂപ അനുവദിച്ചു. അതിനിപ്പം ഭരണീകരണം പഞ്ചായത്തിൻ്റെ ഭാഗമായ ഈ ഭാഗപ്പെട്ട് അറിയുകയാണ്. അടുത്ത ഭാഗത്തിന് ടെൻഡർ വിളിച്ചിട്ടുണ്ട്. അതും ഉടനെ തന്നെ നടക്കും. ഇത് കടന്നു കഴിഞ്ഞാൽ ഒരു ഗുണം എഞ്ചിനീയറിംഗ് കോളേജിലേക്കും മറ്റും പോകുന്ന ആളുകൾക്ക് പ്രവിത്താനം കറങ്ങാതെ ഞൊണ്ടിമാക്കലിന് കയറി ഈ വഴിക്ക് തന്നെ വരാൻ സാധിക്കും. അവരിലേക്ക് ഒരു എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും ഈ നാട്ടുകാരുടെയും ഒരു ചിരകാല സ്വപ്നമായിരുന്നു ഈ റോഡ്. ഇപ്പോൾ അതിൻ്റെ പണി തന്നെ പൂർത്തിയാകുകയാണ്. പ്രവിത്താനം പുലുവിലക്കുന്ന് ഞൊണ്ടിമാക്കൽ ജംഗ്ഷൻ റോഡിൻ്റെ മാനസികാപ്പൻ MLA ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 1,32,00,000 രൂപ ഉപയോഗിച്ച് നടത്തുന്ന നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഫസ്റ്റ് റീച്ചായ 75 ലക്ഷം രൂപയാണ് നമ്മൾ പ്രവിത്താനം തൈമുറി ജംഗ്ഷൻ വരെയുള്ള ഭാഗത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം 64 ലക്ഷം രൂപയുടെ പുതിയ ടെൻഡർ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ മഴ അടയ്ക്കുന്നതിന് മുമ്പ് തന്നെ പൂർത്തിയാക്കുന്നത്. പന്നിങ്ങാനം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം, പാലാ മുനിസിപ്പാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം പുനലൂർ മൂവാറ്റുപുഴ സ്റ്റേറ്റ് ഹൈവേക്ക് ഒരു പാരൽ റോഡാണ് നമ്മുടെ ഈ പ്രവിത്താനം പുലുവിലക്കുന്ന് ഞൊണ്ടിമാക്കൽ ജംഗ്ഷൻ റോഡ്. പുനലൂർ മൂവാറ്റുപുഴ റോഡിൽ ബ്ലോക്കുകൾ ഉണ്ടാകുമ്പോൾ ഒരു സമാന്തര റോഡായി ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചൂണ്ടച്ചേരി എഞ്ചിനീയറിംഗ് കോളേജ്, സാൻ ജോസ് പബ്ലിക് സ്കൂള്, അതുപോലെ ഉളനാട് CHSC തുടങ്ങിയ പ്രദേശത്തിലേക്ക് ആൾക്കാർക്ക് പോകുന്നതിന് വളരെ ഉപകാരപ്രദമായ റോഡാണ്. കഴിഞ്ഞ 5 വർഷമായി തകർന്നു കിടക്കുകയായിരുന്നു. ആ 5 വർഷത്തെ ശോചനീയാവസ്ഥയ്ക്ക് പരിഹാരം ഉണ്ടാകാനുള്ള മുൻകൈ എടുത്തത് നമ്മുടെ മാനസികാപ്പൻ MLA അടുത്ത് ഞങ്ങൾ നിവേദനം അയച്ചു തന്നപ്പോൾ അന്നേരം തന്നെ ഒരു നിവേദന സംഘത്തെ കൊണ്ടുവരണം, അല്ലെങ്കിൽ ഇത്ര പേർ ഒപ്പിട്ട് വരണം എന്നൊന്നും പറഞ്ഞില്ല. അന്നേരം തന്നെ 75 ലക്ഷം രൂപ എസ്റ്റിമേറ്റ് എടുത്തുകൊണ്ട് പോലെ 75 ലക്ഷം രൂപ അനുവദിച്ച MLAയും അതുപോലെ തന്നെ ഈ റോഡിൻ്റെ 2 സൈഡിലും ഉള്ള 8 മീറ്റർ വീതിയിലാണ് നമ്മുടെ റോഡിൻ്റെ നിർമ്മാണം പൂർത്തിയാക്കിയിരിക്കുന്നത്. എല്ലാവരോടും ചോദിച്ചപ്പോൾ എല്ലാവരും ഉദാരമനസ്കരായ എല്ലാ നല്ലവരായ നാട്ടുകാർ റോഡിന് വീതി തന്നു. 8 മീറ്റർ വീതിയിൽ റോഡ് നിർമ്മാണം പൂർത്തിയാകുമ്പോൾ ആധുനിക സൗകര്യങ്ങളെല്ലാം ഈ നാട്ടിലുണ്ടാകും എന്നുള്ള സംശയമില്ല. ഇതിന് ഫണ്ട് അനുവദിച്ച മാനസികാപ്പൻ MLA പ്രത്യേകം അഭിനന്ദിക്കും. കോട്ട് കടന്നില്ല പുള്ളി അല്ലേ? ഇല്ല.
Gracias.